ഹലോ ഫ്രണ്ട്സ്, ഇങ്ങനൊരു ഗതികേട് ആർക്കും വരരുത് എന്നായിരുന്നു കേട്ടോ എൻ്റെ പ്രാർത്ഥന. വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു 1 lakh സേവിങ് ചെയ്യാനുള്ള ഒരു മണി ബാങ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ സേവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പിന്നീട് പൈസ ഇടാനുള്ളൊരു സ്പേസ് അതിലുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഇട്ടതിൻ്റെ പ്രോബ്ലം ആണോ എന്നറിയില്ല. കാണുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും കൗണ്ട് ചെയ്തപ്പോൾ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 1 lakh എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 6,000 സംതിങ് മാത്രമേ നമുക്ക് അതിൽ ഇടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറേ പേര് ഇതിന് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പൂപ്പൽ വരുന്നു അങ്ങനെയൊക്കെ കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഡ്രൈ ആയ സ്പേസിലൊക്കെയായിരുന്നു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് കൗണ്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. 100-ൻ്റെയും 200-ൻ്റെയും ഒക്കെ ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൽ സ്റ്റാർട്ടിങ് വരുന്നത് 100 rupees-ആണ് കേട്ടോ. അപ്പോൾ 50 rupees എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 100s 250 ആയിട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 500-നോട്ട് ഞാൻ കൗണ്ട് ചെയ്യാൻ വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആകെ ഒരെണ്ണം മാത്രമേ നമ്മൾ ഇടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും സ്പേസ് കഴിഞ്ഞായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യാം എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനലി എല്ലാം കൗണ്ട് ചെയ്തിട്ടുണ്ട്. 6,600 rupees ആയിരുന്നു കേട്ടോ ടോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ എമൗണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ബോക്സിൻ്റെ ഉള്ളിലത്തെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഗമ്മിൻ്റെ ചെറിയൊരു സ്റ്റെയിൻ മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ഡ്രൈ ആയ സ്പേസിൽ കീപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.